ബ്രഹ്മബാബ ഏറ്റവും വലിയ സേവകനായിരുന്നു. അദ്ദേഹം ഓരോ ചുവടുവയ്പ്പിലും അലൗകികവും ദൈവികവുമായ സ്വന്തം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. 1956 ജൂണിൽ ബാബയുടെ ശാരീരിക പ്രായം ഏകദേശം 79 വയസ്സായിരുന്നു. പെട്ടെന്നുള്ള ഒരു രോഗത്തിൻ്റെ ടെസ്റ്റ് പേപ്പർ ബാബയുടെ ശരീരത്തിന് ഏറ്റെടുക്കേണ്ടതായി വന്നു. മൗണ്ട് അബുവിലെ ഡോക്ടർ മഹാതിർ ബ്രഹ്മബാബയെ ഒരു ഓപ്പറേഷനായി മുംബൈയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ഈ വാർത്ത കേട്ട് ബാബയുടെ എല്ലാ കുട്ടികളിലും ആശങ്കയുടെ തരംഗം പടരാൻ തുടങ്ങി. എന്നിരുന്നാലും ബാബയുടെ തിളങ്ങുന്ന മുഖം അവർ എല്ലാവരെയും പൂർണ്ണമായി ആശങ്കാരഹിതരാക്കി. ഓരോ തവണയും കുട്ടികൾ വിഷമിച്ച് ബാബയെ കാണാൻ വരുമ്പോൾ ബാബ അവരെ പുഞ്ചിരിച്ച് ദൃഷ്ടി നൽകി സ്നേഹത്തോടെ അവരോട് പറയാറുണ്ടായിരുന്നു, കുഞ്ഞേ, എനിക്ക് എല്ലാം സുഖമാണ്. ഇത് ഒരു പഴയ ശരീരമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇത് സുഗമമായി പ്രവർത്തിക്കാൻ കുറച്ച് ഫിക്സിങ്ങുകൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ബാബയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ആശങ്കയ്ക്ക് അതീതരായി തുടരുക. ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച് ബ്രഹ്മബാബ തുടർ ചികിത്സയ്ക്കായി മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ബാബ മധുബൻ വിടുന്ന ദിവസം നിരവധി കുട്ടികൾ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. ബാബ അവരെ സ്നേഹത്തോടെ പിടിച്ച് മധുരമുള്ള ദൃഷ്ടി നൽകി ടോളി കൊടുത്തു. എല്ലാ കുട്ടികളുടെയും മുഖത്ത് നോക്കി ബാബ ഇങ്ങനെ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ എല്ലാവരും എന്താണ് ചിന്തിക്കുന്നത്? ഈ ഷോയിൽ ചിന്തിക്കാൻ ഒന്നുമില്ല. ബാബ ഇപ്പോൾ ഈ ശരീരത്തെ മറ്റൊരു തരത്തിലുള്ള ലോകസേവനത്തിനായി ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ്. എന്നെ മുംബൈയിലേക്ക് അയക്കുന്നത് ലോകസേവനത്തിനായിട്ടാണ്. ഈ കാരണം കൊണ്ട് ഒരുപാട് കുട്ടികൾ എന്നെ കാണാൻ വരും. ഒരാൾക്ക് അസുഖം വന്നാൽ അവൻ്റെ ബന്ധുക്കൾ അവനെ പോയി സന്ദർശിക്കുക എന്ന ഒരു പാരമ്പര്യം ഈ ലോകത്ത് ഉണ്ട്. ബാബയെ അറിയാതെ എതിർത്ത സിന്ധുകാരും ഈ അവസരത്തിൽ ബാബയെ കാണാൻ വരും. ഈ കാരണം നാടകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ അവർ എന്നെ കാണാൻ വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിനാൽ ബാബ ലോകസേവനത്തിന് പോവുകയാണ് എന്ന ലഹരിയിലാണ്. सद्भावना अपना कर दिल में सबको सुखी बनाना है, सबको सुखी बनाना है. സേവനത്തെ പ്രതിയുള്ള ശുദ്ധമായ വികാരത്തോടെ ബാബ മുംബൈയിലേക്ക് പോകാൻ പുറപ്പെട്ടു. മുംബൈയിൽ ബാബയ്ക്ക് വേണ്ടി ചികിത്സ നടത്തുന്ന ഡോക്ടർ തൻ്റെ ചെയിൻ സ്മോക്കിങ്ങിനായി അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ രോഗികളെ ചികിത്സിക്കുന്നതിന് മുമ്പും ശേഷവും കൂടിയ രീതിയിൽ പുകവലിക്കുക അയാളുടെ ശീലമായിരുന്നു. ബ്രഹ്മബാബയുടെ മുന്നിൽ വരുന്ന ഏതൊരു ആത്മാവും അവരുടെ എല്ലാ ശാരീരിക ആസക്തികളിൽ നിന്നും മുക്തനാകുന്നു എന്ന്
ദാദാ വിശ്വകിഷോർ പറഞ്ഞിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇത് സാധ്യമാവുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. വളരെ അറിയപ്പെടുന്ന ഒരു ഫിസിക്കൽ സർജന്റെയും നിത്യ ആത്മീയ ശസ്ത്രക്രിയാ വിദഗ്ധന്റെയും ഇടപെടലിന്റെ സമയമായിരുന്നു ഇത്. ഓപ്പറേഷൻ ദിവസം ഡോക്ടർ ബാബയുടെ മുറിയിലേക്ക് നടന്നു. ബാബയുടെ നിശ്ചിന്തമായ മുഖം കണ്ട ഉടനെ ഡോക്ടർക്ക് ബാബയുടെ അതുല്യവും ദൈവികവുമായ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. സുപ്രഭാതം കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ബാബ ഡോക്ടറെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തു. കുട്ടി എന്ന വാക്ക് കേട്ട് ഡോക്ടർ അത്ഭുതപ്പെട്ടു. ബാബയുടെ സ്നേഹനിർഭരമായ വാക്കുകളിലൂടെ അയാൾക്ക് പിതാവിൻ്റെ അനുഭവം ലഭിച്ചു. ഈ ഇടപെടലിലൂടെ ബാബയുടെ ഓപ്പറേഷന് മുൻപും ശേഷവും പുകവലി ഒഴിവാക്കാൻ ഡോക്ടർ തീരുമാനിച്ചു. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കെ കൂടുതൽ സുഖം ലഭിക്കുന്നതിന് വേണ്ടി ബാബയ്ക്ക് രക്തം നൽകാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നു. ബ്രഹ്മബാബയ്ക്ക് ശരീരബോധത്തിൽ നടക്കുന്ന മറ്റൊരു ആത്മാവിൻ്റെ രക്തം സ്വീകരിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. ശിവബാബയെ ഈ വിവരം ധരിപ്പിക്കുന്നതിന് വേണ്ടി സന്ത്രിദാദി ട്രാൻസ് മെസ്സഞ്ചറായി പോയി. ശിവബാബ ഈ ബ്ലഡ് ട്രാൻസ്മിഷന് അനുവാദം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ രക്തത്തിൻ്റെ ശുദ്ധീകരണം ശിവബാബ തന്നെ ചെയ്തുകൊള്ളും എന്ന്. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കെ ശിവബാബ എങ്ങനെ രക്തം ശുദ്ധീകരിക്കുന്നു എന്ന ദർശനം സന്ത്രിദാദിക്ക് ലഭിച്ചു. മറ്റൊരു വശത്ത് ദാദി പുഷ്പശാന്തയ്ക്കും മറ്റു ട്രാൻസ് മെസ്സഞ്ചർമാർക്കും ബാബയുടെ ഈ ദൈവികമായ ഓപ്പറേഷൻ്റെ ദർശനം ലഭിക്കുന്നുണ്ടായിരുന്നു. ബാബ ആശുപത്രിയിലായിരുന്ന സമയത്ത് ധാരാളം കുട്ടികൾ ബാബയെ കാണാൻ വന്നിരുന്നു. അവരിൽ ചിലർ ആദ്യകാലങ്ങളിൽ ബാബയെയും യജ്ഞത്തെയും എതിർത്തവരായിരുന്നു. ബാബ അവർക്ക് ഈശ്വരജ്ഞാനത്തിൻ്റെ അനശ്വരമായ ആഭരണങ്ങൾ വളരെ ലഹരിയോടെ നൽകി. ആശുപത്രിയിലെ മറ്റെല്ലാ രോഗികളും ബാബയെ പോലൊരു ദൈവിക വ്യക്തിത്വത്തെ കാണാൻ വളരെ ഉത്സുകരായിരുന്നു. ആശുപത്രിയിലെ എല്ലാ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സന്ദർശകർക്കും ബാബ ഈ അറിവ് നൽകിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഈ ടെസ്റ്റ് പേപ്പറിൽ വിജയിച്ചതിനു ശേഷം ബ്രഹ്മബാബ സുരക്ഷിതനായി മധുബനിലേക്ക് മടങ്ങിയെത്തി. അറിവിൻ്റെ നക്ഷത്രങ്ങളായ കുട്ടികൾ ബാബയുടെ തിരിച്ചുവരവിൽ ആനന്ദിച്ച് തിളങ്ങിക്കൊണ്ടിരുന്നു. खुशियाँ सारे संसार की आज भी देते